നോക്കടി ആ ചെറുക്കന് മിഞ്ഞാന്ന മമ്മൂദേജിന്റെ കൂടെ ഒരു കല്യാണം കൊണ്ടാ ബ്രോക്കർ. ആ മമ്മൂദേജിന്റെ പേരക്കുട്ടി നല്ല കുട്ടിയേനി. ഈ ഒരുപടം സമ്മതിച്ചണ്ടേ പറഞ്ഞിട്ട്. എത്ര വയസ്സുണ്ട കുട്ടിക്ക്? ഓള് ഇപ്പൊ വയസ്സ് പറഞ്ഞ ഓള് കെട്ടിച്ചാ നേരം വെക്കില്ലേ. 37 ആ കുട്ടീനെ എങ്ങനെ ചെന്ന് ചോദിക്കുക? തരുമോ? ആ ഓല് തരുവേ. ഓല് നമ്മളെ കുടുംബയും മഹിമയൊക്കെ കണ്ടിട്ട് ഓല് തരാൻ തയ്യാറാണ്. അതിന് ഈ പോത്ത് സമ്മതിക്കണ്ടേ? ഓന് വേണ്ട വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യഞ്ഞ് പറയാം. ഓക്ക് പതിനാത്രമുള്ള വിദ്യാഭ്യാസം ഇല്ല. അവന്റെ ഒക്കെ മാതിരി തന്നെയാണ്. എന്താ അവന്റെ ഒക്കെ മാതിരി? എന്താ ഓന്റെ വിദ്യാഭ്യാസം ഡിഗ്രി കുറവാന്നങ്ങടെ വിചാരം? അല്ല, ജോലിക്കുള്ളതൊന്നും ആയിട്ടില്ലല്ലോ, അതാ ഞാൻ പറയണത്. എന്തപ്പോ വേണ്ടത്? ആ കുട്ടിനെ നമുക്ക് കെട്ടിക്കൊണ്ടേ. ഇതന്നെ ഇപ്പൊ എന്നോട് നാട്ടുകാർ മൊത്തം ചോദിക്കണം, എന്റെ അനിയൻ എന്താ കല്യാണം കഴിക്കാത്ത? ഇജ്ജ് കല്യാണം കഴിച്ചല്ലോ, പിന്നെ എന്താണ് നമുക്ക്? ഞാൻ കുറെ പറഞ്ഞു മടുത്തു. ഓനോട് ചോദിക്കുമ്പോ അങ്ങനെ വിട്ടുമാറി നിൽക്കുകയാണ്. ആ കുട്ടി കുറച്ച് നിറം കുറവാ. അപ്പൊ ഇവന് കുറച്ച് നിറം കുറവല്ലേ, വാപ്പാന്റെ കളറാണല്ലോ കിട്ടിയിട്ടുണ്ട്, ഇന്റെ കളർ കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ആ കുട്ടി ഇവന് ചേരും. ഓൽക്ക് നല്ല താല്പര്യം. അപ്പൊ നമ്മൾ അതിമ്മ പിടിച്ച് തൂങ്ങണം. ഇത് സമ്മതിപ്പിച്ചവനെ കൊണ്ട്, അല്ലെങ്കിൽ മുറിയിട്ട് കൂടി നാലെണ്ണം കൊടുക്ക്. ആ പുറത്ത് കൊന്നു പടാളെ കുത്തിരിക്കാൻ പുറത്ത് കൊന്നു. ഒരു കാര്യം പറയണ്ടേ മാനക്കുട്ടി, ഇമ്മ പറഞ്ഞത് കേക്ക്. എന്തെങ്കിലും പരിപാടിയല്ല, നാട്ടുകാരോട് സമാധാനം പറഞ്ഞു മടുത്തു. ഈ പെണ്ണെട്ടാണ്ട പെണ്ണുമില്ല പെരച്ചായില്ല. എന്നിട്ടാണ് എന്റെ പെണ്ണിടണം എന്നില്ലേ? എന്ന് ഏട്ടന്റെ മക്കളെ കളിപ്പിച്ച് തരണാ മതിയാ. എനിക്ക് കുട്ടികളൊന്നും മട കളിപ്പിച്ചാനി. പെണ്ണെട്ടി ഞാൻ കുഴപ്പമുണ്ട്. എനിക്ക് വെച്ചുണ്ടാക്കി തരാൻ തിണ്ടി തരാൻ ആളുണ്ടാവില്ല. എന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഈ പറയുന്നത്. വാഷിംഗ് മെഷീൻ കാലത്തല്ലേ എല്ലാരും പെണ്ണെട്ടിട്ടേക്കാ. അതല്ലേ, ലോകത്ത് ഭൂരിഭാഗം ആൾക്കാരും പെണ്ണെട്ടിട്ടൊക്കെ തന്നെ ഇതാണ് ജീവിക്കുന്നത്. അല്ല ഇപ്പം വല്ലത് കണ്ടുവെച്ച് ചോദിച്ചാ കണ്ടാ പിന്നെ വല്ലതും ഉണ്ടാ? അല്ല വല്ല പ്രേമനൈരാശി അങ്ങനെ എന്തേലും? അങ്ങനെ ഒരു സംഭവം ഇല്ല. എങ്ങനെ ഒരു സംഭവം ഇല്ല? ഈ പറഞ്ഞ പ്രേമ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പൊ മെമ്പറായില്ലേ, ഇനി പഞ്ചായത്തിലെങ്ങാനും വല്ല പെണ്ണുങ്ങള് സംശയം. പഞ്ചായത്തിലും പെണ്ണ് കൊടുക്കല്ലേ അവിടെ? കോഴീനെ വിതരണം ചെയ്യുന്ന പോലെ കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു. ഇതൊന്ന് ചിലക്കാണ്ടത് പറഞ്ഞത് ഉസ്താദ് കണ്ടപ്പോ തന്നെ ചോദിക്കുന്നു, 3-4 പ്രാവശ്യം മൂപ്പര് ചോദിക്കുന്നു. ആ മമ്മൂദേജിന്റെ പേരക്കുട്ടിനെ കൊണ്ട് എന്നെ കടിച്ചാൻ പറഞ്ഞത്. അതാണ് അത് സമ്മതിച്ചണം. പെൺകുട്ടിക്ക് 24 വയസ്സായിരുന്നു. പക്ഷെ ഓൽക്ക് എന്നെ മതി, എന്നെ മാണോ ഓൽക്ക്. ഇജും എന്റെ ചങ്ങായി ആരെയും പോയിക്കാണൊന്ന് പെണ്ണ് കണ്ടു. അതെ, നാളെ തന്നെ പോയിട്ട് ഞാൻ ശരിയാവില്ല. ആയിക്കോട്ടെ അവര് വരാൻ തയ്യാറാച്ചപ്പോ നിജ നൂലോട്ടത്തിനാണോ വേണ്ടെന്ന് പറയാൻ? വയസ്സൊരു നമ്പർ. പേരെന്താ? ഷഹീന. ഷഹീന. അത് ഉറപ്പിക്കാൻ വേറെ നോക്കാല്ലോ. അല്ലല്ല, അവര് വലിയ മോശമല്ലാത്ത നല്ലൊരു കുടുംബമാണ്. ആ കുട്ടി അതെ നല്ലൊരു കുട്ടിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട് 2-3 പ്രാവശ്യം. അപ്പൊ അത് മതി. അപ്പൊ അത് നാളെ ഞാൻ പോയിട്ടേ പിന്നെ ഞാനപ്പോ നിങ്ങളത് നിൽക്കണ്ട. ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ കുഴപ്പമില്ല, ഇപ്പൊ മറ്റുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവർ. ഞാൻ ഒരാൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും അല്ലേ? തമാശ പറയാൻ പറ്റില്ല. അത് ഇനി വേറെ വർത്താനില്ല. അത് ഉറപ്പിക്കുകയാണ്. നാളെ പോയിട്ട് ഞാൻ സുബൈറിനെ കൂട്ടിയിട്ട് പോവും. പിന്നെ ആയിക്കോട്ടെ, ചെറിയ കുട്ടിയൊന്നല്ല. ഓനിക്ക് ഓന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഒരു പെണ്ണുങ്ങളെ ഓനിക്ക് ഇഷ്ടപ്പെടില്ല. അന്ന് ആ ഒരു പെണ്ണ് ഓനെ ഇഷ്ടപ്പെട്ടില്ലാറില്ലേ, അതിനേശം തുടങ്ങിയ കേടാ. അന്ന് ഇവർക്ക് ഇഷ്ടമായിട്ടുണ്ടല്ലോ. ഓൽക്കൊക്കെ ഇഷ്ടമാണ്. അല്ല എനിക്ക് എന്താ പ്രായത്തിന്റെ പ്രശ്നം? പ്രായത്തിന്റെയും പിന്നെ എന്നാ പിന്നെ എനിക്ക് വേറൊരു പെണ്ണുണ്ട്. അതാരാ? എന്നാ പിന്നെ പ്രായം ആ കുട്ടി പ്രായം ഞാനല്ലേ ഇപ്പം പറഞ്ഞത്. എന്നാ പിന്നെ അവിടെ തെക്കേലെ ജാനുവരത്തിന് കെട്ടിക്കോട്ടെ. പിന്നെ പ്രായം കണക്കോ? ആ 10-72 വയസ്സുണ്ട്. അനക്ക് വാത്സല്യത്തിന് ഒരു അമ്മൂമ്മയായി. അത് വർത്താനം വേണ്ട, കൂടുതല് വേണ്ട. അത് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ നാളെ സുബൈറിനെ ആയിട്ട് പോയിട്ടേ ആ കാര്യം ഒന്ന് സംസാരിക്കാം. ആചാര്യ അടുത്തൊന്ന് കാണും ചെയ്യാം. അല്ലല്ല, ഇനി ഒരു വർത്താനം സോക്കടുണ്ട്, അപകർഷതാബോധമൊക്കെ ഉണ്ടോ അവന്? അതെന്ത് തേങ്ങ? അതാണ് ഇപ്പൊ വലിയ ഞാനിപ്പോ മെമ്പറായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു. അതെ, ഇനി ഇതില് വർത്താനില്ല. ആ കുട്ടിയോട് നമുക്ക് വിരോധമൊന്നും ഇല്ലല്ലോ. എനിക്ക് ഒരു കുട്ടിയോടും വിരോധം. കയ്യും കാട്ടി ഇതിപ്പോ ഉറപ്പിച്ച്
ഇതിപ്പോ അല്ല ഈ ഉമ്മാക്ക് വാക്ക് കൊടുക്കണം. അല്ല അല്ലല്ലല്ല വാക്ക് കൊടുക്കണം. ആ, ആ. അപ്പൊ നാളെ ഇത് ഉറപ്പിക്കാൻ പോവാണ്ടാ. ഇനി വർത്താനല്ല. നാളെ ഷെയ്നാനെ കാണാനിച്ച് പോണം. നാളെ പോയില്ല. നാളെ ഞാൻ പോയിട്ട് സംസാരിക്കട്ടെ. എന്നിട്ട് പോണ ദിവസം കാര്യങ്ങളൊക്കെ അവരോട് വരാൻ പറയാം. അല്ലേ ആ സുശീലൊക്കെ പറയണേ ഇവർക്ക് അപകർഷത ബോധം ഉണ്ട്. എന്താണ് ഈ സാധനം? ഇതെത്താ നിച്ചറിയില്ല. എന്നാ ബോധം ഒന്നും ഇനി വേണ്ട. ഈ പോവാളോടത്തേക്ക് പോയിക്കോ. എനിക്കും പോകാണ്ട്. ആ ഇനിയൊന്നുമില്ല, ഇനി ഉണ്ടാവത്തില്ല. പറഞ്ഞു വല്ലാത്തൊരു കഥ. ഇവിടെ പെണ്ണിട്ടെ മാത്രം ജീവിക്കാൻ പാടുള്ള വല്ലതും ഉണ്ടോ? ഒരു ഉസ്താദും മൂല്യരും ആജമൻ. അതൊരു കഥ.